തുടരും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. ഉപകരണങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് സ്ക്രബ് നഴ്സിനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഡോക്ടർ തുന്നലിട്ടത്. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് അത് കൃത്യമാണെന്നും ഈ സമയം സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഇനി അതേസമയം കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത കത്രിക അമ്പലപ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഇന്നും പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. സാരംഗ് സുധാകരനും ആജ്ഞ രവീന്ദ്രനുമാണ് വീണ്ടും ചേരുന്നത്. സാരംഗ്, ഈ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് പ്രകാരമാണെങ്കിൽ അവിടെ ഈ പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ വേണ്ടത്ര ജീവനക്കാരില്ലാതെ പോയത് ആണ് അതിൽ പ്രശ്നമായത് എന്നാണല്ലോ. അപ്പോൾ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായില്ല എന്നാണോ? എൽദോ, ഈ ഒരു വിഷയത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ ഒരു പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ കഴിയാത്തത് കൃത്യമായി നഴ്സുമാരുടെ, അതായത് ഒരു രീതിയിൽ സ്റ്റാഫുകളുടെ കൃത്യമായ വിന്യാസത്തിന് അനുസരിച്ചിട്ടുള്ള സ്ട്രെങ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ഈ ഇതേ സ്ക്രബ് നഴ്സ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടും ഒപ്പം തുടരെ ശസ്ത്രക്രിയകൾ ഉള്ളതുകൊണ്ടുമുള്ള ഒരു തെറ്റ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ 5 വർഷത്തോളമായി ഈ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതും മറ്റേ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയില്ല എങ്കിലും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതും വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ ഭാഗത്താണ് കൃത്യമായി തെറ്റുപറ്റിയത്? അതായത് ഈ ഒരു സർജൻസ് നോട്ട് കൃത്യമാണെന്ന് പറയുന്നു. കൃത്യമായ രീതിയിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് തുന്നലിട്ടത് എന്നും ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഭാഗത്ത് വന്ന തെറ്റുകൊണ്ടാണ് ഈ ഒരു കത്രിക ഉള്ളിൽ കുടുങ്ങിപ്പോയത്? ഈ ഒരു സ്ക്രബ് നഴ്സിന് മറ്റൊരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും വലിയൊരു ഉപകരണമാണ്, ചെറിയൊരു ഉപകരണമല്ല അകത്ത് കുടുങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്ക്രബ് നഴ്സിനെയും ഡോക്ടറെയും കൃത്യമായി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു രോഗിബാഹുല്യം അല്ലെങ്കിൽ കൂടുതലുള്ള ശസ്ത്രക്രിയകൾക്കിടയിൽ പറ്റിയ ഒരു പിഴവ്, അങ്ങനെ മാത്രമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഇനി കൂടുതൽ പോലീസിൻ്റെ അന്വേഷണം അടക്കം നടക്കേണ്ടതുണ്ട്. ഈ ഒരു കത്രികയുമായി 5 വർഷത്തോളം ഇവർക്ക് ജീവിക്കേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, അത് കിഡ്നി സ്റ്റോണിൻ്റെ മറ്റും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു കത്രിക അകത്ത് കുടുങ്ങിയതിൻ്റെ മറ്റ് ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനൊപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രതികരിച്ചതും വളരെ വലിയ വിവാദമായിരുന്നു. അതായത് ഇത് അകത്ത് കിടന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, സിസ്റ്റത്തിൻ്റെ പിഴവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നാണ് ലളിതാംബിക ഡോക്ടർ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലടക്കം വലിയ വിവാദമുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഈ രണ്ടുപേരെയും, സ്ക്രബ് നഴ്സിനെയും ഡോക്ടറെയും വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ലായിരുന്നു. റൈറ്റ്, എന്നാണല്ലോ കൃത്യമായിട്ടെല്ലാം നോക്കിയാണ് ചെയ്തതെന്നൊക്കെയാണ് അന്വേഷണ റിപ്പോർട്ട്. അതുപോലെ സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇനി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഉഷ ജോസഫ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വ്യക്തമാകുന്നത്. ആജ്ഞ അതിന് വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ പുറത്തെടുത്ത കത്രിക അത് പോലീസിന് കൈമാറിയിട്ടുണ്ടല്ലോ. ഇനി ആ കേസിലെ കാര്യങ്ങൾ എങ്ങോട്ട് പോകും, എന്താകും അവസ്ഥ? ഇനി ആ സ്ത്രീയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ട് തൃപ്തികരമല്ലേ? എൽദോ, ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അമൃത ആശുപത്രിയിൽ ഡോക്ടർമാർ അറിയിക്കുന്നത്. അമൃത ആശുപത്രി ഗാസ്ട്രോളജി വിഭാഗം മേധാവി, ഗൈനക്കോളജി വിഭാഗം മേധാവി, അതുപോലെ യൂറോളജി വിഭാഗം മേധാവി, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്ടർക്കെതിരെ ഗുരുതരമായ പിഴവുകളൊന്നുമില്ല എന്നുള്ള കണ്ടെത്തലും, അതുമാത്രമല്ല ഡോക്ടറുടെ പ്രതികരണവും വളരെ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഡോക്ടർക്കെതിരെ പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് വരുന്നത് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ആർട്ടറി ഫോഴ്സെപ്സ് എന്ന് പറയുന്ന ഉപകരണമാണ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. അതും വയറ്റിൽ കുടുങ്ങിയ 5 വർഷത്തിന് ശേഷവും ആണ് ഇത് കണ്ടെത്തുന്നതും. അതും മൂത്രത്തിൽ കല്ലാണ്, വൃക്കയിൽ കല്ലാണ് എന്ന് സംശയത്തിലാണ് ആശുപത്രിയിൽ പോകുന്നത്.
അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നൊരു ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു മെറ്റൽ ഉപകരണം വയറ്റിൽ കുടുങ്ങിയത് ഇത് അവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നാണയം വിഴുങ്ങുന്നതും അതല്ലെങ്കിൽ മെറ്റൽ ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ വിഴുങ്ങുന്നതും ഒക്കെ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ബോധേഡാകുന്ന ഒരു ഇതും കൂടിയുണ്ട്. അങ്ങനത്തെ ഒരു വശം കൂടി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അത്തരം മെസ്സേജുകൾ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് വയറ്റിൽ കുടുങ്ങിപ്പോയത് ശരി, അത് പ്രശ്നമില്ല എന്നൊരു ഡോക്ടർ പറയുന്നത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് ഇനിയും അതിനുള്ള ഇടം വെക്കുകയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ 5 വർഷത്തോളം ഒരു സ്ത്രീയുടെ വയറ്റിൽ ഇത് കുടുങ്ങിയത് കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് തെളിവ് സഹിതം, അതായത് ഈ ആർട്ടറി ഫോർസെപ്സ് എന്ന് പറയുന്ന ഉപകരണം, അതൊരു കത്രികയാണ്. അത് പ്രത്യേകിച്ചും ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക കാറ്റഗറിയിലുള്ള ഒരു തരം സിസേഴ്സ് തന്നെയാണ്. അത് ഈ ഡോക്ടറുടെ പിഴവ് ഇല്ല, അല്ലെങ്കിൽ അത് ശസ്ത്രക്രിയ നടത്തിയവരുടെ പിഴവില്ല എങ്കിൽ എങ്ങനെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക വന്നത് എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. അത്തരം കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഇത്തരമൊരു വലിയ പിഴവിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് റിപ്പോർട്ട് പോകുന്നതും. അത് വീണ്ടും നാളെ ചർച്ചയാവുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ ഫോർസെപ്സ് അമ്പലപ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇനിയുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോകുന്നതെങ്കിൽ പക്ഷേ വളരെ വേഗം തെഞ്ഞുമാഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധി ഇത്തരത്തിൽ പഞ്ഞി വയറ്റിൽ പോയതും കോഴിക്കോട് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക പോയതും ഒക്കെ എങ്ങനെയുണ്ട്. പ്രത്യേകിച്ചും ഇത് ഗർഭാശയവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഉഷ ജോസഫ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നതും അതിനുശേഷം ഈ കത്രിക ഉള്ളിൽ പെട്ടുപോകുന്നതും ഉണ്ടായിരുന്നത്. അവര് ആ കാലഘട്ടത്തിലൊക്കെ അവരതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ശേഷമാണ് സ്കാൻ ചെയ്ത ശേഷം എന്താണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ വന്നത്. അങ്ങനെയുള്ളപ്പോൾ അത് ഇത്തരത്തിൽ ആരോഗ്യകരമായ ഒരു പ്രശ്നമല്ല എന്ന് ഒരു ഡോക്ടർ വിലയിരുത്തുന്നത് വലിയ ചർച്ചയ്ക്ക് വഴി വെക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനി ഈ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ കേസിന്റെ തുടർ നടപടികളിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം കണ്ടു തന്നെ കാണണം. റൈറ്റ് ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ചികിത്സാ പിഴവ് അക്കാര്യത്തിൽ ഇനി പ്രതിഷേധത്തിനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നുള്ളതുകൂടി പറഞ്ഞു വയ്ക്കുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.